ഘട്ട വോട്ടെടുപ്പുകൾ പൂർത്തിയായിട്ടും ഒരു വാർത്താ സമ്മേളനം പോലും നടത്താത്തതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ച മാധ്യമപ്രവർത്തകരുടെ സംഘടനകൾ. പോൾ ചെയ്ത വോട്ടുകൾ എത്രയെന്ന് കമ്മീഷൻ പുറത്തുവിടാത്തത് ഞെട്ടിക്കുന്നുവെന്ന് പ്രസ് ക്ലബ്ബ് ഓഫ് ഇന്ത്യ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. കത്തിന്റെ വിശദാംശങ്ങൾ. പ്രവിത, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പതിവ് വാർത്താ സമ്മേളനങ്ങൾ വിളിക്കാത്ത വിഷയത്തിലാണ് മാധ്യമ പ്രവർത്തകരുടെ സംഘടനകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരിക്കുന്നത്. പ്രസ് ക്ലബ്ബ് ഓഫ് ഇന്ത്യയുടെ ലെറ്റർ പാഡിൽ അയച്ച ഈ കത്തിൽ 3 ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാർത്താ സമ്മേളനം പോലും നടത്താത്തതിലുള്ള നിരാശയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഓരോ ഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷവും വാർത്താ സമ്മേളനം നടത്തുന്നതായിരുന്നു 2019 വരെയുള്ള രീതി എന്ന് ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും വോട്ടിംഗ് ദിവസം എന്താണ് സംഭവിച്ചത് എന്നും ഒപ്പം തന്നെ ഓരോ സംസ്ഥാനങ്ങളിലുള്ള സാഹചര്യവും വോട്ടിംഗ് ശതമാനം അടക്കമുള്ള കാര്യങ്ങൾ അറിയുന്നതിന് പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വോട്ടെടുപ്പ് ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം എത്ര എന്ന് കമ്മീഷൻ പുറത്തുവിടാത്തത് ഞെട്ടിക്കുന്നതും ആശ്ചര്യപ്പെടുത്തുന്നതുമെന്നും ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ നീതിയെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ ആശങ്കയുണ്ടാക്കി ഇത്തരത്തിൽ സുതാര്യതയില്ലാത്തത് എന്നാണ് ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ ഇത്തരത്തിൽ പൂർണ്ണമായി വോട്ട് ചെയ്ത വിവരങ്ങൾ പുറത്തുവിടണം എന്നാവശ്യപ്പെട്ട സഖ്യകക്ഷികൾക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അയച്ച കത്തിനെതിരെ കടുത്ത വിമർശനവുമായി കടുത്ത ഭാഷയിലുള്ള ഒരു കത്ത് മല്ലികാർജുൻ ഖാർഗെക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ വിവിധ മാധ്യമ പ്രവർത്തകരുടെ സംഘടനകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. 3 ഘട്ട വോട്ടെടുപ്പുകൾ പൂർത്തിയായിട്ടും ഒരു വാർത്താ സമ്മേളനം പോലും നടത്താത്തതിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാധ്യമപ്രവർത്തകരുടെ സംഘടനകൾ കത്തയച്ചിരിക്കുന്നത്.